ഹലോ. അപ്പോഴേ ഈ പ്രൊഡക്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയത് ജാനുവരിയിലാണ്. ഇന്ന് എടുത്തു വെച്ച വീഡിയോസാണ്. അന്ന് പോസ്റ്റ് ചെയ്തിട്ടില്ല, കാരണം യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് ക്വാളിറ്റി ഒക്കെ നോക്കിയിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അന്ന് ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്തു വെച്ചത്. ഇതൊരു കിഡ്സിൻ്റെ ബ്യൂറോ ആണ്. ഞാനിതൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. അവരുടെ വാട്സപ്പ് നമ്പറും അതേപോലെ തന്നെ ഇൻസ്റ്റാ പേജും ഞാനിവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കൊടുക്കും. അപ്പോൾ പെട്ടി തുറന്നപ്പം തന്നെ ഇതാ ഇങ്ങനെ ഓരോ പാർട്സുകളായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ അത് അവൻ്റെ കയ്യിലൊരു യൂസർ മാനുവലും കൂടി ഉണ്ട് കേട്ടോ. അതൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് അസംബിൾ ചെയ്യാൻ പറ്റും. ബ്യൂറോൻ്റെ ഓരോ ഷെൽഫുകളും ഓരോ ബോക്സ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടാണ് അവർ കൊടുത്തയക്കുന്നത്. 5 ഷെൽഫായിട്ടുള്ളതാണ് ഞാൻ ഓർഡർ ചെയ്തത് കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ജസ്റ്റ് ഈ ബോക്സിൻ്റെ 4 സൈഡും നിവർത്തി വെച്ചിട്ട് സൈഡ് ഒരു ക്ലിപ്പ് ചെയ്യാനുള്ളൊരു സാധനമുണ്ട്. പിന്നെ ഈ ഒരു എൽ ഷേപ്പുള്ള സാധനം കോർണേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്യിക്കാനുള്ളതാണ്. പിന്നെ അത് അവിടെ നിന്ന് അനങ്ങൂല. ഫിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നിയത് ഈ ഒരു സാധനം കേട്ടോ. ഇത് നമ്മളുടെ ഓരോ ബോക്സുകളും തമ്മിൽ ക്ലിപ്പ് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ അവിടെ അറ്റാച്ചായി നിന്നോളൂ. കുറച്ച് ബലം പിടുത്തം നടത്തിയിട്ടാണെങ്കിലും അത് നമ്മളവിടെ ഫിക്സ് ചെയ്തു. ഇങ്ങനെയൊക്കെ ഇങ്ങനത്തെ ഒരു അസിസ്റ്റൻ്റ് നമുക്കുണ്ടെങ്കിൽ സിമ്പിളായിട്ട് അസംബിൾ ചെയ്യാൻ പറ്റുന്നതാണ്. പൈസയും കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട, സെറ്റാക്കി തരും. പാവല്ലേ, കുറച്ച് ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് പോയപ്പോൾ ഞാൻ ചെയ്ത 2ാം പണിയാവും തന്നെ അവൻ എൻ്റെ കയ്യിൽ നിന്നതൊക്കെ മേടിച്ചു. പിന്നെ അവൻ തന്നെ എല്ലാതും അടിപൊളിയായിട്ട് സെറ്റാക്കി തന്നു. പക്ഷേ പ്രശ്നം അതല്ല, ഞാൻ പറഞ്ഞ സൈസും അവർ കൊടുത്തയച്ച സൈസും നല്ല ഡിഫറൻസ് ഉണ്ട്. ഞാൻ മെഷറിംഗ് ടാപ്പിലൊക്കെ അളന്ന് ഒക്കെ സെറ്റാക്കിയിട്ടാണ് ഇത്ര ഹൈറ്റ് ഉള്ളതെന്ന് ഉദ്ദേശിച്ചിട്ട് അത് ഓർഡർ കൊടുത്തത്. പക്ഷെ വന്നപ്പോൾ എന്നെക്കാളും ചെറിയ അലമാരയായിപ്പോയി. ഒക്കെ സെറ്റ് ചെയ്ത് വന്നപ്പോൾ ആരും കുഞ്ഞുവാവേൻ്റെ ഡ്രസ്സും അവളുടെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇത് മേടിച്ചത്. എന്നാലും ഞാൻ ഉദ്ദേശിച്ച ആ സൈസ് കിട്ടാഞ്ഞപ്പോൾ എനിക്കൊരു ഡിസപ്പോയിൻമെൻറ്റ്. പക്ഷേ ക്വാളിറ്റി വൈസ് അടിപൊളിയാണ്. സൈസ് കുറച്ച് ചെറുതായെന്നേ ഉള്ളൂ. പക്ഷെ അന്ന് തന്നെ നമ്മൾ വിളിച്ച് പറഞ്ഞു കേട്ടോ, ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ കുറേ സോറിയൊക്കെ പറഞ്ഞു. നമ്മളെന്തായാലും മാറ്റി തരാമെന്ന് പറഞ്ഞു. വിത്തിൻ 2 ഡേയ്സിൽ നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് എത്തി. അതാണ് ഞാനിപ്പോൾ പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നാണെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. ബോക്സ് പൊട്ടിച്ചപ്പോൾ ആദ്യം തന്നെ ഇങ്ങനത്തെ ഒരു യെല്ലോ പേപ്പറിൽ സോറി ഫോർ ദ ഇൻകൺവീനിയൻസ് എന്നാണ് കേട്ടോ കണ്ടത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ബാക്കിയും കൂടെ ഓപ്പൺ ചെയ്തപ്പോൾ വേറൊരു ബോക്സ് ഇട്ടോ. അത് കണ്ടപ്പോൾ ശരിക്കും ഞെട്ടി. പിന്നെ ഞാൻ അവരെ കോൺടാക്റ്റ് ചെയ്തു എന്താണെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അവർ പറഞ്ഞു നമ്മളെ കയ്യിൽ നിന്നൊരു മിസ്റ്റേക്ക് പറ്റിയല്ലേ, അപ്പോൾ ഒരു ചെറിയൊരു സോറി ഗിഫ്റ്റാണ് എന്ന് പറഞ്ഞു. സോറിക്കൊക്കെ ഗിഫ്റ്റ് ഉണ്ടെന്ന് അപ്പോൾ മനസ്സിലായി. അത് കേട്ടപ്പോൾ ഡബിൾ സന്തോഷമായി. ഇത് കുഞ്ഞൊരു ക്യൂട്ടായിട്ടുള്ളൊരു ജ്വല്ലറി ബോക്സ് ആണ് കേട്ടോ. അപ്പോൾ താങ്ക് യു. അൺബോക്സ് ചെയ്യുന്നത് ഞാൻ മുന്നേ കാണിച്ചില്ലേ വീഡിയോ. അതിലൊരു കാര്യം മിസ്സായത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിൽ വെക്കാൻ, അൽമാറേൻ്റെ അടിയിൽ വെക്കാൻ ഒരു ചെറിയൊരു വീലുകളുണ്ട്. 4 വീൽസ് വരുന്നുണ്ട്. ഭയങ്കര സിമ്പിളാണ് കേട്ടോ വെക്കാൻ. ജസ്റ്റ് അവിടെ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്, ഫോണും എൻ്റെ കയ്യിലുണ്ട്. 2ഉം കൂടി ഒരുമിച്ച് പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ ബുദ്ധിമുട്ട് തോന്നുന്നത്. പക്ഷേ ഭയങ്കര സിമ്പിളാട്ടോ. ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്താൽ മതി, അത്രയേ ഉള്ളൂ. കഴിഞ്ഞതിൽ ചെറിയ സൈസ് കൊടുത്തയച്ചപ്പോൾ അതിൻ്റെ ബോക്സുകൾ തമ്മിൽ സെറ്റ് ചെയ്യുന്ന ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ, അത് ഓൾറെഡി നല്ല ടൈറ്റായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട്. അപ്പോൾ ഇപ്രാവശ്യം കൊടുത്തയച്ചപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് കൊടുത്തയച്ചത്. അതുകൊണ്ട് എനിക്ക് വേറൊരു പണി ഉണ്ടായിരുന്നില്ല. ഇത് നിവർത്തി ഇങ്ങനെ അട്ടിക്ക് വെച്ചാൽ മാത്രം മതി. ഫൈനലി മേൽക്കൂരയും കൂടെ നമുക്ക് വെക്കാം. ഈ ബോക്സൊക്കെ ഞാൻ എടുത്ത് വയ്ക്കുന്നുണ്ടാൽ ഭയങ്കര വെയിറ്റ് ആണെന്നൊന്നും വിചാരിക്കരുത്. അധികം വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ. അങ്ങനെ സിമ്പിളായിട്ട് ഞാൻ എന്താ ക്ലിപ്പൊക്കെ വെച്ച് അടിപൊളിയാക്കി. എല്ലാ അമ്മമാരെ പോലെ തന്നെയും കുഞ്ഞുവാവ വരുന്നതിൻ്റെ മുന്നേ അവൾക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് വെക്കണം, എല്ലാം റെഡിയാക്കി വെക്കണം എന്ന് ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രസവത്തിൻ്റെ കാര്യമില്ലേ, നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് അഡ്മിറ്റ് ആവാൻ തന്ന ഡേറ്റിൻ്റെ 1 മാസം മുന്നേ തന്നെ ആൾ പുറത്തു വന്നു. പിന്നെ ഇവിടെ പക്ഷേ ഡെലിവറീൻ്റെ മുന്നേ തന്നെ ഞാൻ ഈ കുറേ സെർച്ച് ചെയ്തിട്ട് ഈ പേജ് കണ്ടെത്തിയിരുന്നു. എനിക്ക് കുറച്ച് അഫോർഡബിളായിട്ട് തോന്നി. പിന്നെ നമുക്ക് ഏറ്റവും അഫോർഡബിളായിട്ട് സാധനങ്ങൾ കിട്ടുന്നൊരു ആപ്പാണ് മീഷോ. അതിൽ വരെ ഇതിന് 2000 കൂടുതലാണ്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ബെറ്റർ തോന്നിയത് ഇതാണ്. നല്ല ക്വാളിറ്റിയാണ്. ഞാൻ ഇത്ര മാസം യൂസ് ചെയ്തിട്ടും യാതൊരു വിധ പ്രശ്നങ്ങളും ഇതിന് വന്നിട്ടില്ല. നല്ല ക്വാളിറ്റിയാണ്. നല്ല സ്റ്റോറേജ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല സ്റ്റോറേജ് ഉണ്ട്. വേണ്ടവരെന്തായാലും ഈ പേജിനെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഇതൊരു പ്രൊമോഷനോ ഒന്നുമല്ല, ഞാൻ എൻ്റെ സ്വന്തം പൈസ കൊടുത്ത് മേടിച്ചതാണ്. പിന്നെ നേരെ റൂമിൽ പോയി ഈ ടേബിളൊന്ന് മാറ്റി ഇവിടെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു.